കഴിഞ്ഞ ദിവസം മീഡിയ വൺ, റിപ്പോർട്ടർ, മനോരമ, ഏഷ്യാനെറ്റ് എന്നീ ന്യൂസ് ചാനലുകളിൽ കോഴിക്കോട് ദമ്പതികളുടെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ സ്വസ്ഥമായി പ്രസവിച്ച അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു അതിലവർ പങ്കുവെക്കുന്ന ആശങ്ക. ഒറ്റപ്പെട്ട സംഭവമാണ് ഈ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വ്യാപകമായി ആശുപത്രികളിലും വീടുകളിലും അവരവർക്ക് കംഫർട്ടായ സ്ഥലങ്ങളിലും സ്ത്രീകൾ പ്രസവിക്കാറുണ്ട്. കൃത്യമായ സമയങ്ങളിൽ അതിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആകാറുണ്ട്. എന്താണ് ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട നിയമവിഷയം? ആശുപത്രിയിൽ പ്രസവിക്കപ്പെട്ടാൽ ആശുപത്രി അധികൃതർ 21 ദിവസത്തിനുള്ളിൽ തൊട്ടടുത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ വിവരം അറിയിക്കുകയും അവിടെ നിന്നും അവർ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യണം. ഇതുപോലെ തന്നെ വീട്ടിലോ മറ്റോ ആയിക്കഴിഞ്ഞാൽ പ്രസവം അറിയുന്ന ആളുകൾ 21 ദിവസത്തിനുള്ളിൽ തൊട്ടടുത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ വിവരം അറിയിക്കുക. അവിടുന്ന് സ്വാഭാവികമായും ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യാവസ്ഥ ചോദിച്ചറിയാനായി ആരോഗ്യ പ്രവർത്തകരെ വീടുകളിൽ അയക്കുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ അവർ വീടുകളിലേക്ക് എത്തിയാൽ ഈ മാതാവ് കംഫർട്ടാണോ എന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അത് അറിയിക്കുകയും 1 മാസത്തിനുള്ളിൽ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് സർവ്വസാധാരണമായി ഇന്ത്യയിൽ നടക്കുന്നൊരു കാര്യം മാത്രമാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ കേസ് എടുത്താലും വീട്ടിലുള്ള എല്ലാ പ്രസവങ്ങളിലും പ്രസവത്തിന് ശേഷം അവർ സ്വസ്ഥമായ മുറയ്ക്ക് തൊട്ടടുത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആരോഗ്യ പ്രവർത്തകർ വരികയും ഉമ്മയും കുട്ടിയെയും കണ്ട് സന്തോഷം പങ്കുവെക്കുകയും അവർ ഭംഗിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവരുടെ ഡ്യൂട്ടിയാണല്ലോ അതവർ നിർവഹിക്കുക തന്നെ ചെയ്യും. അത് ചെയ്യുകയും 1 മാസത്തിനുള്ളിൽ തന്നെ ഓൺലൈനായിക്കൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് വരികയും ചെയ്യുന്ന സാധാരണ ഒരു സംഭവം മാത്രമാണ് നടക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ പ്രോട്ടോകോൾ. ഗവൺമെൻറ് കുറച്ചുകൂടി എളുപ്പമാക്കിയിട്ടുണ്ട്. ആശുപത്രി ആയാലും വീടായാലും പ്രസവം കഴിഞ്ഞാൽ ഈ 2 ഭാഗത്തു നിന്നുള്ള ആളുകൾ പ്രസവിക്കപ്പെട്ടാൽ അവിടുത്തെ അധികൃതർ, വീട്ടിലാണ് പ്രസവിക്കപ്പെടുന്നതെങ്കിൽ അതറിഞ്ഞ ആളുകൾ ഓൺലൈൻ ആയിക്കൊണ്ട് സ്മാർട്ട് എന്നുള്ള ആപ്ലിക്കേഷനിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ മതിയാകും. സ്വാഭാവികമായും അതിൻ്റെ ഇൻഫർമേഷൻ ചെല്ലുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ നമ്മുടെ സേവകരുടെ ഡ്യൂട്ടിയാണ് പിന്നീടുള്ളത്. അവർ വരികയും കൃത്യമായി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അവർ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സാധാരണ സംഭവമാണ് നടക്കേണ്ടത്. അതുതന്നെയാണ് നടക്കുന്നതും. കോഴിക്കോട് വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ കൃത്യമായ സമയത്ത് തന്നെ അവർ പ്രസവ വിവരം അറിയിക്കുകയും ചെയ്തതാണ്. സ്വാഭാവികമായും എന്തെങ്കിലും തിരക്ക് കൊണ്ടായിരിക്കാം, ആ ആരോഗ്യ പ്രവർത്തകരുടെ മറ്റ് തിരക്കുകളിൽപ്പെട്ടുള്ള എന്തെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കാം ഇവിടെ ഒരു എൻക്വയറി ശരിയായ രീതിയിൽ നടക്കാതെ പോയത്. അതിൻ്റെ പേരിൽ വ്യാപകമായി എല്ലാ ഹെൽത്തുകാരും ഇങ്ങനെയാണ് എന്ന് കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. കാരണം ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ കാരണമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നും ആരോഗ്യ പ്രവർത്തകർ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധം വേണമെന്നും ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു.